മാർപ്പാപ്പയുടെ വാക്കുകൾ സഭാ നിലപാടുകൾക്ക് തിരിച്ചടിയുമെന്നാണ് ഓട്ടാണ്ടോക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, എല്ലാ മത സാമുദായിക സംഘടനകൾക്കും ചില ആചാര രീതികളുണ്ട്. ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടേതായ ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, യാതൊന്നും സൃഷ്ടിക്കപ്പെടുന്നുമില്ല, യാതൊന്നും നശിപ്പിക്കപ്പെടുന്നുമില്ല എന്ന്. അതിനെ ആത്മീയമായ തലത്തിൽ മാത്രമാണ് ആ ഒരു വിഭാഗം ആളുകൾ സമീപിക്കുന്നത്. എന്നാൽ എനർജി കനോട്ട് ടു ബി മെയ്ഡ് നോട്ട് ടു ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമായി മാറുകയും അത് ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആത്മീയ തലം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശാസ്ത്രീയ വശത്തെ ഉൾക്കൊള്ളുവാനോ വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതോ ആണോ പ്രധാനമായും ശാസ്ത്രത്തെയും മതത്തെയും രണ്ടായി കാണേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത്? അഭിലാഷ് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എല്ലാ മതങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും സ്പിരിച്വൽ, സയന്റിഫിക്, സോഷ്യൽ ഈ മൂന്ന് മാനങ്ങളുണ്ട്. ഇന്ന് മാർപ്പാപ്പയുടെ പ്രസ്താവന അല്ലെങ്കിൽ മുമ്പിരുന്നവരുടെ പ്രസ്താവന തികച്ചും സ്വാഗതാർഹമാണ്. നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരുപാട് ജാതി വ്യവസ്ഥ അടക്കം തെറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനെ കല്ലെറിഞ്ഞിട്ടില്ല, ശാസ്ത്രം തെറ്റാണെന്ന് പറഞ്ഞില്ല. നമ്മുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞൻ പീഡിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പാശ്ചാത്യ ലോകത്തിന്റെ ദർശനം വേറെയായിരുന്നു. അവർ മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണെന്ന് വിശ്വസിച്ചു, നമ്മൾ പരസ്പര പൂരകങ്ങളാണെന്ന് വിശ്വസിച്ചു. സഭയുടെ നിലപാടുകൾ എന്ന് പറഞ്ഞതിനെ മാറ്റി നിർത്തരുത്. പകരം മാർപ്പാപ്പയുടെ നിലപാടുകൾ ക്രിസ്ത്യൻ വിശ്വാസികൾക്കും ലോക വിശ്വാസി സമൂഹത്തിനും സന്തോഷം പകരുന്നവയാണ്. പലതും പുരോഗമനപരമാണ്, എക്കണോമിക്കലി ലെഫ്റ്റ് ഓഫ് സെന്റർ നിൽക്കുന്ന ഇൻക്ലൂസീവായ ഒരു പിച്ചിന് വേണ്ടിയുള്ള എല്ലാ മതവിഭാഗങ്ങളും പൊതുനന്മയിൽ വിശ്വസിക്കുന്നവരാണ്. ഹൈന്ദവമാകട്ടെ, ക്രൈസ്തവമാകട്ടെ, ഇസ്ലാമികമാകട്ടെ. ആ രീതിയിൽ മാർപ്പാപ്പയുടെ ഒരുപക്ഷെ വിപ്ലവാത്മകരമെന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾ മറ്റ് മതസമുദായങ്ങളും ആദരവോടെ കാണുന്ന ഈ അവസരത്തിൽ ഇത്തരം മതമേലധ്യക്ഷന്മാരുടെ സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ ന്യൂനപക്ഷം ഒരുപക്ഷെ എതിർക്കുന്നവർ കാണാം. എന്നിരുന്നാലും മുമ്പോട്ടുള്ള ശരിയായ ഒരു കാൽവെപ്പാണ്, ശക്തമായ ഒരു കാൽവെപ്പാണ്. ഞങ്ങളടക്കം, ഞാൻ ക്രിസ്ത്യാനി അല്ലെങ്കിലും അദ്ദേഹത്തെ പിന്തുടരുന്ന, വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആത്മീയ പാതകളെ കുറിച്ച് പഠിക്കുന്നവർക്ക് മാർപ്പാപ്പയുടെയും നിലപാടുകളുടെയും മുമ്പോട്ടുള്ള പോക്ക്, പരിണാമം തികച്ചും ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു സംഭവമായി തന്നെ കാണണം. എല്ലാ മതങ്ങളിലെയും ആത്മീയ നേതാക്കൾക്ക് ഇത്തരം മുമ്പോട്ടുള്ള കാൽവെപ്പുകൾ എടുക്കാൻ ഇത് പ്രചോദനമാകും. ആ നിലപാടുകൾ എടുത്ത് സധൈര്യം മുമ്പോട്ട് വരാൻ ഇത് ഇൻസ്പിറേഷൻ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.